നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശം. പി.സി. ജോർജ് 14 ദിവസം റിമാൻഡിൽ. ജോർജ് കീഴടങ്ങിയത് ഇന്ന് രാവിലെ ഈരാറ്റുപേട്ട കോടതിയിൽ. കോട്ടയം ജില്ലയിൽ സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക്. പെർമിറ്റുകൾ ദൂരപരിധി പരിഗണിക്കാതെ പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ. ആദ്യഘട്ടത്തിൽ മേഖലാ പ്രതിഷേധ സംഗമം. ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നത് തടയാൻ മോട്ടോർ വാഹന വകുപ്പ്. മാർച്ച് 1 മുതൽ ഓട്ടോറിക്ഷകളിൽ സ്റ്റിക്കർ പതിക്കും. AV റസൽ ഇനി ഓർമ്മത്താളുകളിൽ. അനുശോചന യോഗത്തിലും ജനപ്രവാഹം. വാർത്തകൾ വിശദമായി. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ മുൻ MLA പി.സി. ജോർജ് റിമാൻഡിൽ. കേസിൽ ഇന്ന് രാവിലെ പി.സി. ജോർജ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയിരുന്നു. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശ കേസിൽ പി.സി. ജോർജ് ജയിലിലേക്ക്. 14 ദിവസത്തേക്ക് പി.സി. ജോർജിനെ റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ തള്ളിയതോടെ മാർച്ച് 30 വരെ റിമാൻഡിൽ വിട്ടു. കേസിൽ ഇന്ന് രാവിലെയാണ് പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങിയത്. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് അഭിഭാഷകനൊപ്പമെത്തി പി.സി. ജോർജ് കീഴടങ്ങിയത്. ഇന്ന് കീഴടങ്ങാമെന്ന് കാണിച്ച ജോർജ് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട പോലീസിന് കത്ത് നൽകിയിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസിനെ ഈരാറ്റുപേട്ടയിൽ വിന്യസിച്ചിരുന്നു. ജനുവരി 5 നടന്ന ചാനൽ ചർച്ചയിലാണ് പി.സി. ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത്. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയിരുന്നു. ഇസ്ലാം മത വിശ്വാസികൾക്കെതിരെയായിരുന്നു വിദ്വേഷ പരാമർശം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകൾ പ്രക്ഷോഭത്തിലേക്ക്. ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷനാണ് പ്രക്ഷോഭ പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത്. സംസ്ഥാനത്തെ സാധാരണ ജനങ്ങളുടെ ആശ്രയമായ സ്വകാര്യ ബസ് വ്യവസായം കടുത്ത പ്രതിസന്ധിയിലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. അശാസ്ത്രീയമായ പൊതുഗതാഗത നയം മൂലം സ്വകാര്യ ബസ് വ്യവസായം നാശത്തിന്റെ വക്കിലാണെന്ന് ഫെഡറേഷൻ പറയുന്നു. ഇക്കാരണത്താൽ വിവിധ ആവശ്യങ്ങളുമായി ഫെഡറേഷൻ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുകയാണ്. വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ബസ് പെർമിറ്റുകൾ ദൂരപരിധി പരിഗണിക്കാതെ നിലവിലുള്ള കാറ്റഗറിയിൽ പുതുക്കി നൽകുക, വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, ഈ ചെല്ലാൻ വഴി പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക, നിസ്സാര കാര്യങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കുക, ഗതാഗത നയം രൂപീകരിക്കുക തുടങ്ങിയവയാണ് ബസ് ഉടമകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ഫോട്ടോ എടുക്കുക, ഫൈൻ ഇടാക്കുക, ഒരു ചോദ്യവുമില്ല, പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് അതിന് എവിടെയെങ്കിലും ഒന്ന് അത് അപ്പീൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് കേൾക്കാനോ ഉള്ള സൗകര്യം പോലും കേരളത്തിലില്ല എന്നുള്ള സങ്കടകരമായ മറ്റൊരവസ്ഥ. പിന്നെ വർഷങ്ങളായി 10-40 വർഷങ്ങളായി തൊഴിലെടുക്കുന്ന സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ ഇപ്പോൾ പെട്ടെന്ന് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. ഒരാൾക്ക് ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അയാൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. മറ്റൊന്ന്, ഒരു ചെറിയ വഴക്ക് എവിടെയെങ്കിലും ഉണ്ടായതുമായി ബന്ധപ്പെട്ട് പോലീസിന് ഒരു പരാതി ഉണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. അപ്പോ ലക്ഷക്കണക്കിന് സ്വകാര്യ ബസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിലിന് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന തരത്തിലാണ് ഗവൺമെന്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറയുന്നു. പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായി ബസ് ഉടമകളുടെ മേഖലാ പ്രതിഷേധ സംഗമം നടത്തും. 2ാം ഘട്ടമായി സെക്രട്ടേറിയറ്റ് മാർച്ചും 3ാം ഘട്ടമായി അനിശ്ചിതകാല ബസ് സമരവും പ്രഖ്യാപിക്കും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ KK തോമസ്, ജനറൽ സെക്രട്ടറി ഹംസ ഏരിക്കുന്നൽ, ജാക്സൺ C. ജോസഫ്, KS സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നതിന് തടയിടാൻ മോട്ടോർ വാഹന വകുപ്പ്. മീറ്റർ ഇല്ലാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനാണ് തീരുമാനം. മാർച്ച് 1 മുതൽ നടപ്പാക്കാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമായിട്ടുള്ളത്. ഓട്ടോറിക്ഷകൾ മീറ്റർ ഇടാതെ സർവീസ് നടത്തുന്നതിന് തടയിടാൻ പുതിയ ആശയവുമായി മോട്ടോർ വാഹന വകുപ്പ്. മീറ്റർ ഇടാതെയാണ് ഓടുന്നതെങ്കിൽ യാത്രയ്ക്ക് പണം നൽകേണ്ട എന്ന് കാണിക്കുന്ന സ്റ്റിക്കർ ഓട്ടോറിക്ഷകളിൽ പതിപ്പിക്കാനാണ് തീരുമാനം. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇറങ്ങിയതായി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. മാർച്ച് 1 മുതൽ നടപ്പാക്കാനാണ് തീരുമാനം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ അമിതമായി പണം ഈടാക്കുന്നുവെന്നും മീറ്റർ ഇടാതെ ഓടുന്നുവെന്നുമെല്ലാമുള്ള ഒട്ടേറെ പരാതികളാണ് ഓരോ ദിവസവും മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമെന്ന നിലയിൽ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുന്നതെന്ന് കോട്ടയം എൻഫോഴ്സ്മെന്റ് RTO OC ശ്യാം പറഞ്ഞു. മാർച്ച് 1 മുതൽ എല്ലാ ഓട്ടോറിക്ഷകളിലും പ്രത്യേകിച്ച് സ്റ്റിക്കർ പതിക്കണമെന്നൊരു നിർദ്ദേശം STA നൽകിയിട്ടുണ്ട്. അതായത് ഫെയർ മീറ്റർ ഇടാത്ത വാഹനങ്ങൾ സർവീസ് നടത്തിയാൽ അത് സൗജന്യ യാത്രയായി പരിഗണിക്കും എന്നുള്ളതാണ് ആ സ്റ്റിക്കറിനുള്ള ഉള്ളടക്കം. അത് മാർച്ച് 1 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഓട്ടോറിക്ഷയും മുൻകൂട്ടി തന്നെ അത്തരം വാചകം വാഹനത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിനുള്ള സ്റ്റിക്കർ റെഡിയാകുന്ന മുറയ്ക്ക്
അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ വരുന്ന മുറയ്ക്ക് ഇത് പരിശോധിക്കുന്നതാണ്. മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം നൽകേണ്ടതില്ല എന്ന സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന് മാർച്ച് 1 മുതൽ നടപ്പാക്കാനാണ് തീരുമാനം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെയാണ് സ്റ്റിക്കർ പതിക്കേണ്ടത്. എന്നാൽ ഇത് പ്രായോഗികമായി നടപ്പാക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ഈ ഉത്തരവിനെ ഓട്ടോറിക്ഷ തൊഴിലാളികളും സംഘടനകളും എതിർക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ന്യൂസ് ബ്യൂറോ, പാലാ. CPM ജില്ലാ സെക്രട്ടറി AV റസൽ ഇനി ഓർമ്മത്താളുകളിൽ. റസലിന്റെ സംസ്കാരത്തിന് ശേഷം തെങ്ങണയിൽ അനുശോചന യോഗം ചേർന്നു. CPM ജില്ലാ സെക്രട്ടറി AV റസൽ ഇനി ഓർമ്മകളിൽ. പ്രിയപ്പെട്ട നേതാവിന്റെ വിയോഗം വിശ്വസിക്കാൻ കഴിയാതെ പാർട്ടി പ്രവർത്തകരും സഹപ്രവർത്തകരും. AV റസലിന്റെ സംസ്കാരത്തിന് ശേഷം തെങ്ങണയിൽ അനുശോചന യോഗം ചേർന്നു. AV റസലിന്റെ സംസ്കാരത്തിന് ശേഷം തെങ്ങണയിൽ അനുശോചന യോഗം ചേർന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങൾ പങ്കുചേർന്നു. മന്ത്രി VN വാസവൻ അധ്യക്ഷനായി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മുതിർന്ന നേതാവായ വൈക്കം വിശ്വൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ജയചന്ദ്രൻ, PK ബിജു, ദേശാഭിമാനി ജനറൽ മാനേജർ KJ തോമസ്, മുതിർന്ന CPM നേതാവ് പ്രൊഫസർ MT ജോസഫ്, സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, CPI ജില്ലാ സെക്രട്ടറി VB ബിനു, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് MT കുര്യൻ, MLA മാരായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ബിന്ദു, വിവിധ പാർട്ടി നേതാക്കളായ VJ ലാലി, സണ്ണി തോമസ്, മാത്യൂസ് ജോർജ്, ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം നഗരമധ്യത്തിൽ മെട്രോ ലോഡ്ജിൽ കൊല്ലാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പെയിന്റിംഗ് ജോലിക്കാരനായ റെജി എബ്രഹാമാണ് മരിച്ചത്. കോട്ടയം നഗരം മധ്യത്തിൽ മെട്രോ ലോഡ്ജിൽ കൊല്ലാട് സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലാട് സ്വദേശിയും പെയിന്റിംഗ് ജോലിക്കാരനുമായ റെജി എബ്രഹാമിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ 21-നാണ് റെജി ലോഡ്ജിൽ മുറിയെടുത്തത്. 2 ദിവസത്തോളമായി മുറി തുറക്കാതെ വന്നതോടെ ലോഡ്ജിലെ ജീവനക്കാർ വിവരം കോട്ടയം വെസ്റ്റ് പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇതിനുശേഷം മുറി തുറന്നതോടെയാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട്. അഴുകി തുടങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പനമറ്റത്ത് നടന്ന ഒരു വരദിനം പരിപാടി ശ്രദ്ധ നേടി. ആർട്ടിസ്റ്റ് മദനൊപ്പം ഒരു ദിവസം ചിത്രം വരയുമായി ചെലവഴിക്കാൻ കഴിഞ്ഞത് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ചു. പനമറ്റം ദേശീയ വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ആർട്ടിസ്റ്റ് മദനനൊപ്പം ഒരു വരദിനം പരിപാടി ശ്രദ്ധ നേടി. JP ഈശ്വർ, ഉണ്ണി മണ്ണേങ്ങോട്, മനു PR, ശ്രീലത, സുജിൽ കുമാർ, രതീഷ് ശിവഗംഗ, പ്രിയ ശ്രീലത എന്നിവർക്കൊപ്പം ആർട്ടിസ്റ്റ് മദനും തത്സമയ ചിത്രരചന നടത്തി. ആർട്ടിസ്റ്റുകളായ പനമറ്റം രാധാകൃഷ്ണൻ, മോഹൻ മണിമല, സുരേഷ് കുമാർ, ആനന്ദ് കൂവപ്പള്ളി എന്നിവരും പങ്കെടുത്തു. കുട്ടികൾക്കായി ചിത്രരചന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. നാട്ടിലെ ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതിന് പനമറ്റം ദേശീയ വായനശാല ഒരുക്കുന്ന പ്ലാറ്റിനം ജൂബിലി ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടനവും ആർട്ടിസ്റ്റ് മദനൻ നിർവഹിച്ചു. സുജിത്ത് KG കുന്നേൽ പറമ്പിൽ, ദീപ മനോജ് മുട്ടത്തുകുന്നൽ, സീത ഹരീഷ് മാടപ്പള്ളിൽ, ഗോകുൽ KR, ഋതിക എന്നിവർ ആർട്ട് ഗാലറിയിലേക്ക് നൽകിയ ചിത്രങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോഴിമല രാജാവിനെ കണ്ട് കാലാവൂട്ടിൽ പങ്കെടുത്ത് പാലാ സഫലം 55+ അംഗങ്ങൾ. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ നടന്ന ആദിവാസി നൃത്തരൂപമായ മന്നാൻകൂത്തിലും ഇവർ പങ്കെടുത്തു. ഗോത്രവർഗക്കാർക്കിടയിൽ ഇന്നും രാജഭരണം നിലവിലുള്ള ഇന്ത്യയിലെ ഒരേയൊരു സ്ഥലമാണ് ഇടുക്കി അയ്യപ്പൻ കോവിലിലെ കോഴിമല ആദിവാസി രാജ്യം. പാല സഫലം 55+ അംഗങ്ങൾ മന്നാൻ സമുദായക്കാരുടെ ആസ്ഥാനമായ കോഴിമലയിലെത്തി അവരുടെ വാർഷികാഘോഷമായ കാലാവൂട്ടിൽ പങ്കെടുത്തു. കോഴിമല രാജാവ് രാമൻ രാജമോഹന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് 17 പേരടങ്ങിയ സഫലം അംഗങ്ങൾ കോഴിമലയിൽ എത്തിയത്. രാജാവും മന്ത്രിമാരും അംഗരക്ഷകരും ചേർന്ന അംഗങ്ങളെ സ്വീകരിച്ചു. ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റി അവർ ചർച്ച ചെയ്തു. സഫലം അംഗങ്ങൾ രാജാവിനെ പൊന്നാടി അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദമെടുത്ത് കോഴിമലയിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസം നേടിയ രാജാവ് എന്ന പദവിയും രാമൻ രാജമോഹനുണ്ട്. കൃഷിയെ വരവേൽക്കുന്ന കാലാവൂട്ട എന്ന ഉത്സവത്തോടനുബന്ധിച്ച് രാത്രി മുഴുവനും നീണ്ടുനിന്ന ആചാര അനുഷ്ഠാനങ്ങളോട് കൂടിയ ആദിവാസി നൃത്തരൂപമായ മന്നാൻകൂത്തിൽ പങ്കെടുക്കാനായത് സന്ദർശകർക്ക് വേറിട്ട അനുഭവമായി.